ഉപേന്ദ്രൻ നാരായൺ റോഡ് സുരക്ഷാ വിദഗ്ധനുണ്ട് നമുക്കൊപ്പം. ഉപേന്ദ്രൻ നാരായൺ, നമ്മുടെ ദേശീയപാത നിർമ്മാണത്തിന് ചില പോളിസിയൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹരിത ദേശീയപാത നയം തന്നെ നമുക്കുണ്ട്, പക്ഷെ നമ്മളത് നടപ്പിലാക്കിയിട്ടില്ല. സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്, അത് നടപ്പിലാക്കിയിട്ടില്ല. ഞങ്ങൾ ഷിരൂരിൽ പോയപ്പോൾ കണ്ട കാഴ്ച ഉത്തരാഖണ്ഡിൽ ഒരിടത്തല്ല 100-ലധികം സ്ഥലങ്ങൾ ഇത്തരം വൾണറബിൾ ടു ലാൻഡ് സ്ലൈഡ് ആണ്. പക്ഷെ അവിടെ ഒരടയാളം പോലും മുന്നറിയിപ്പായി വെച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അർജുനോടെ വാഹനം പാർക്ക് ചെയ്യില്ലല്ലോ, അത് നടപ്പിലാക്കാൻ ഏജൻസിയില്ല. ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിലും സംഭവിക്കുന്നത്? അതുതന്നെയാണ് താങ്കൾ പറഞ്ഞത്. ഡോക്ടർ അരുൺ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഈ ദേശീയപാതകൾ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലാണ്. റീസെൻ്റ്ലി 100 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കിയ ഒരു രാജ്യം ഇന്ത്യയാണ്. പക്ഷെ അത് എത്ര സുരക്ഷിതത്വം ഉള്ളതാണെന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ കിലോമീറ്ററിലും അപകടങ്ങൾ പതിയിരിക്കുകയാണ്. കാര്യം ഇതിനൊക്കെ IRC കോഡ് ഓഫ് പ്രാക്ടീസസ് ഉണ്ട്. എങ്ങനെയാണ് നമ്മളൊരു റോഡ് പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, അതിനകത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ലാൻഡ് സ്ലൈഡ് സോണിൽ ഒരു വാർണിംഗ് സൈൻ ബോർഡും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ആ ഡ്രൈവർ അവിടെ നിർത്താൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നോ പാർക്കിംഗ് സൈൻ വേണം, വാർണിംഗ് ബ്ലിങ്കർ വേണം. ഇതൊന്നുമില്ലായിരുന്നു. കേരളം, കർണാടകയുടെ ദക്ഷിണ കന്നഡ, കൊങ്കൺ ഭാഗം ഇതെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുകയും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ IRC കോഡ് ഓഫ് പ്രാക്ടീസസ് ഈ റെയിനി സീസൺ ഉള്ള കൂടുതൽ റെയിനി സീസൺ ഉള്ള സ്ഥലത്തേക്കായിട്ട് കുറേ വ്യത്യാസപ്പെടണം. ഇത് ഓൾ ഓവർ ഇന്ത്യക്ക് വേണ്ടി ഒറ്റ സ്പെസിഫിക്കേഷനാണുള്ളത്. അതുമൂലമാണ് ഇമാതിരി ദുരന്തങ്ങളുണ്ടായാൽ ഉടനടി ഒന്നും ചെയ്യാതെ എണീറ്റ് വരുമ്പോഴേക്കും 2-3 ദിവസം കഴിയും. കൂടാതെ റോഡ് സേഫ്റ്റി സെല്ല് ദേശീയപാത അതോറിറ്റിക്ക് ഇല്ല. നിർമ്മാണം നടത്തുക, കാശ് വാങ്ങുക, പോകുക. പിന്നെ ഈ ദേശീയപാതയ്ക്ക് ഒരു റോഡ് സേഫ്റ്റി സെല്ല് ഉണ്ടായിരുന്നെങ്കിൽ അപകട മേഖലകൾ എവിടൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ പറയുന്ന ഇന്ത്യയെ പറ്റിയാണ്. ഇത്രയും വികസിത രാജ്യത്തിൻ്റെ ഒന്നായി തീരാൻ പോകുന്ന ഇന്ത്യയിൽ 1,78,000 പേരാണ് പ്രതിവർഷം മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഖജനാവിൻ്റെ 7% GDP ആണ് റോഡ് അപകടങ്ങൾക്ക് വേണ്ടി മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് തടയാൻ പറ്റുന്നതാണ്. ഞാൻ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, നമുക്കൊരു സിസ്റ്റം ഉണ്ടാകണം. റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വിഷയമായിട്ട് താങ്കൾ ഡോക്ടർ അരുണും ഈ റിപ്പോർട്ടർ ചാനലിൽ ഉന്നയിക്കുന്ന പോലെ ഗവൺമെന്റ് ചിന്തിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, നോക്കൂ, എത്ര കോടി രൂപയാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ നമ്മളുടെ ഖജനാവിൽ നിന്നും ഒപ്പം തന്നെ ടോളായിട്ടും ഒക്കെ പിരിച്ചെടുക്കുന്നത്. ഒരു യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്ക് എന്നോട് ഇവർ പറയുകയായിരുന്നു, സാധാരണ ബോംബെ വരെ പോയി തിരികെ വരുമ്പോഴേക്കും ഒരു ട്രക്ക് ഉടമ 26,000 രൂപ ടോൾ അടച്ചാണ് പോകുന്നത്. അവനോട് വിശ്രമിക്കാനൊരു ഇടമില്ല, അവന് ശുചിമുറികളിൽ പ്രവേശിക്കാൻ കഴിയില്ല, അവൻ്റെ വാഹനം അപകടകരമായ സാഹചര്യത്തിൽ പാർക്ക് ചെയ്യുമ്പോൾ അവിടെ മുന്നറിയിപ്പ് അടയാളങ്ങളില്ല. അതുപോലെ ജീവൻ പോലും കയ്യിൽ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ട്രക്ക് ഡ്രൈവർമാരെയാണ് നമ്മൾ കാണുന്നത്. ആ ഘട്ടത്തിലാണ് താങ്കൾ പറഞ്ഞൊരു വളരെ പ്രസക്തമായ കാര്യമുള്ളത്. ഈ ടോളൊക്കെ പിരിക്കുന്ന ഈ കരാറുകാർക്കും കമ്പനികൾക്കും ആരോടാണ് ഉത്തരവാദിത്വം? സർക്കാർ ഖജനാവിൽ നിന്ന്, നമ്മളുടെ വാഹനങ്ങളുടെ ഉടമകളിൽ നിന്ന് പണം വാങ്ങി പിടുങ്ങുന്ന ഈ മനുഷ്യർ നമ്മളെ കൊല്ലാക്കൊല്ല ചെയ്യുകയാണോ യഥാർത്ഥത്തിൽ ഉപേന്ദ്രൻ നാരായൺ? തീർച്ചയായിട്ടും. കാര്യം ഈ ഡ്രൈവേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ആൾക്കാർ ഈ രാജ്യത്തിൻ്റെ റീബിൽഡിങ്ങിൽ, പുനർനിർമ്മാണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഗ്രൂപ്പാണ്. പക്ഷേ അവരെ നമ്മൾ മനഃപൂർവ്വം അവഗണിക്കുകയാണ്. ഈ മുംബൈയിൽ നിന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ ഒക്കെ വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവർ ഉറങ്ങുന്നത് ആ ലോറിയുടെ അടിയിലാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, അയാളൊരു മനുഷ്യജീവിയാണ്. അയാൾക്കൊരു കംഫർട്ട് സ്റ്റേഷൻ, റെസ്റ്റ് പ്ലേസ് വേണമെന്ന് 10-22 കൊല്ലമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നതാണ്. കഴിഞ്ഞ ദിവസവും റോഡ് സേഫ്റ്റി അതോറിറ്റി മീറ്റിങ്ങിൽ ഞാനിത് സംസാരിച്ചു. പക്ഷേ ഡ്രൈവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഡ്രൈവർ എല്ലാവരും ഇരുന്ന് സമരം ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ രാജ്യം സ്തംഭിച്ചു പോകും, ഇല്ലേ? അപ്പോൾ അവരെ കെയർ ചെയ്യാനും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള യാതൊരു നടപടികളും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ദേശീയപാതകളിൽ ഇല്ല എന്നുള്ളതാണ് ഈ ഉണ്ടായ അപകടങ്ങളും ഇനി വരാനിരിക്കുന്ന അപകടം.